ഇടയ്ക്ക് ചിരിക്കാനുള്ള വാർത്തകളും ലോകത്തു നിന്ന് വരികയാണ്. അത്തരത്തിലുള്ള ഒന്നാണ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്തു എന്ന വാർത്ത. നോമിനേറ്റ് ചെയ്ത പാർട്ടിയും കൊള്ളാം, നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളും കൊള്ളാം. സമാധാനത്തിന്റെ വിഷയത്തിലാണ് ഈ കടും കൈ എന്നോർക്കണേ. അസിം മുനീറിന് വൈറ്റ് ഹൗസിൽ നൽകിയ സദ്യക്ക് ഇത്ര കടുപ്പമുണ്ടാകുമെന്ന് നമ്മളൊന്നും കരുതിയതേയില്ല. ഒരൊറ്റ സദ്യ കൊണ്ട് പാകിസ്ഥാനിലെ എയർബേസും നോബൽ സമ്മാനവുമൊക്കെ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ കാഞ്ഞ ബുദ്ധി സമ്മതിക്കുക തന്നെ വേണം. ഏതായാലും വിഷയത്തിന്റെ കൂടുതൽ ഇൻഫർമേഷനുകളിലേക്ക് നമുക്ക് വരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പെഹൽഗാം ആക്രമണത്തെ തുടർന്ന് വലിയ സംഘർഷമുണ്ടാവുകയും ഇന്ത്യ പാകിസ്ഥാനിൽ കടന്നു ചെന്നുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയും വലിയ സംഘർഷം ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപപ്പെടുകയും ചെയ്തു. രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ വലിയ യുദ്ധമായി രൂപാന്തരം പ്രാപിക്കുമോ എന്ന് ഭയന്നിരുന്ന ഘട്ടത്തിൽ പാകിസ്ഥാന്റെ അധികൃതർ ഇന്ത്യൻ അധികൃതരുമായി ഫോണിൽ ചർച്ച നടത്തുകയും യുദ്ധം ഇരു രാജ്യങ്ങളും അവസാനിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച പൂർണ്ണ വിവരം പങ്കുവെച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് ഡൊണാൾഡ് ട്രംപാണ്. തന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടന്നു എന്നാണ് ട്രംപ് അവകാശവാദം ഉന്നയിച്ച ഒരു ട്വീറ്റ് മുന്നോട്ട് വെക്കുന്നത്. ഇത് വലിയ ചർച്ചയായി. ഇന്ത്യ പറഞ്ഞു ഈ ഒരു ശ്രമത്തിൽ ഒരു മൂന്നാം കക്ഷിയും ഉണ്ടായില്ല എന്നും ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് വെടിനിർത്തിയത് എന്നും പ്രസ്താവിച്ചു. ഈ വിഷയത്തിൽ പല നിലപാടുകളായിരുന്നു പിന്നീട് ട്രംപിന്. അതിങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരുന്നു. ട്രംപിന്റെ ഈ വിശാലമായ ഇടപെടലിനെ ആസ്പദമാക്കി നിർണായക നയതന്ത്ര ഇടപെടലിനും നിർണായക നേതൃത്വത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് 2026 സമാധാന നോബൽ സമ്മാനത്തിന് പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു അത്രേ. തനിക്ക് നോബൽ ലഭിക്കാത്തതിനെ കുറിച്ച് ട്രംപ് തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ പങ്കെടുത്തതുൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾക്ക് ഞാൻ അഭിമാനകരമായ അവാർഡിന് അർഹനാണ്. എനിക്കിത് 4 or 5 തവണ ലഭിക്കേണ്ടതായിരുന്നു. എനിക്കവർ സമാധാന നോബൽ സമ്മാനം നൽകില്ല, കാരണം അവരത് ലിബറലുകൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ എന്നായിരുന്നു ട്രംപിൻ്റെ ഒരു വിശദീകരണം. ഇതിനു മുൻപും ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നോർക്കണം. ഇത് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തൻ്റെ അനുഭവം പറഞ്ഞത്. താൻ വലിയ സമാധാനവാദിയാണെന്ന് വരുത്തി തീർക്കാൻ ട്രംപ് നിരവധി തെളിവുകൾ മുന്നോട്ട് വച്ചിരുന്നു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും തമ്മിൽ നടന്ന ഒരു സമാധാന ഉടമ്പടി താൻ ഇടപെട്ട് തയ്യാറാക്കിയതായും കരാറിൽ ഒപ്പിടാൻ ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച വാഷിംഗ്ടണിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കയ്ക്കും സത്യസന്ധമായി പറഞ്ഞാൽ ലോകത്തിനും ഇതൊരു മഹത്തായ ദിനമാണ് എന്നാണ് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ എഴുതിയത്. തൻ്റെ മുൻകാല സമാധാന ശ്രമങ്ങളെ അംഗീകരിക്കാത്തതിന് നോബൽ കമ്മിറ്റിയെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നു, കോങ്കോയും റുവാണ്ടയും തമ്മിൽ സമാധാനം നിലനിർത്തിയതിന് എനിക്ക് നോബൽ സമ്മാനം ലഭിക്കില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിനും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. സെർബിയയും കൊസോവയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിനും തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. ഈജിപ്തും എത്യോപ്യയും തമ്മിൽ സമാധാനം നിലനിർത്തിയതിനും തനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. ഇല്ല, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ല. പക്ഷേ ജനങ്ങൾക്കറിയാം അതാണ് എനിക്ക് പ്രധാനം എന്ന ഗദ്ഗതമാണ് ട്രംപ് പങ്കുവെക്കുന്നത്. പക്ഷേ അപ്പോഴും നിരായുധരായ ഗാസയിലെ പിഞ്ചുമക്കളെയും നിസ്സഹായരായ ജനങ്ങളെയും കൊല്ലാൻ ഇസ്രയേലിന് എല്ലാ സഹായവും നൽകി വരുന്നത് ഇതേ ട്രംപും അമേരിക്കയുമാണ്. അന്താരാഷ്ട്ര വേദികളിൽ UN ഉൾപ്പെടെ വെടിനിർത്തൽ ഉടൻ വേണമെന്ന പ്രമേയങ്ങൾ നടക്കുമ്പോൾ അവ വീറ്റോ ചെയ്ത് രംഗത്ത് വരുന്നതും ഇതേ അമേരിക്കയാണ്, ഇതേ ട്രംപാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അത് ഇസ്രയേലിൻ്റെ മാത്രം തീരുമാനമാണെന്ന് ആദ്യം കള്ളം പറഞ്ഞതും ഇതേ അമേരിക്കയാണ്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഇസ്രയേലിൻ്റെ പിന്നിൽ നിന്നതും ഇസ്രയേലിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഇതേ ട്രംപും ഇതേ അമേരിക്കയുമാണ്. ഉടൻ കീഴടങ്ങണം, താങ്കൾ എവിടെയാണെന്ന് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം, കൊല്ലരുതെന്ന് ഇസ്രയേലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഒരു രാജ്യത്തിൻ്റെ തിരഞ്ഞെടുത്ത അധികാരിയെ ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ നോക്കി പറഞ്ഞതും ഇതേ അമേരിക്കയാണ്, സാക്ഷാൽ ട്രംപാണ്. ഈ ട്രംപിനാണ് സമാധാനത്തിനുള്ള നോബൽ, അതും പാകിസ്ഥാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതു പാകിസ്ഥാൻ? നിസ്സഹായരായ മനുഷ്യരെ ഗൺ പോയിന്റിൽ നിർത്തി വെടിവെച്ചു കൊന്ന പാകിസ്ഥാൻ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദികൾക്ക് അസിം മുനീറിൻ്റെ രാജകീയ കൊട്ടാരത്തിൽ രാജകീയ സ്വീകരണം ഒരുക്കുന്ന പാകിസ്ഥാൻ. ലോകത്തിലെ സകലമാന തീവ്രവാദ ഗ്രൂപ്പുകളും വിഹരിക്കുന്ന പാകിസ്ഥാൻ. ആ പാകിസ്ഥാനാണ് ട്രംപിനെ സമാധാനത്തിനായി നോമിനേറ്റ് ചെയ്തത്. ഇനി നൊബേൽ സമ്മാനദാതാക്കൾ വല്ല ഭീഷണിക്കും മുൻപിൽ മുട്ടുമടക്കി ട്രംപിന് അവാർഡ് കൊടുത്തു എന്ന് കരുതുക.
പാകിസ്ഥാൻ നിർദ്ദേശിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ആ അവാർഡിന് കളങ്കമേൽക്കുക സ്വാഭാവികമാണ്. പക്ഷേ നൊബേൽ സമിതി ട്രംപിന് അവാർഡ് നിഷേധിക്കാൻ കാരണമായി പറയുന്ന ചില കാരണങ്ങളുണ്ട്. നൊബേൽ സമാധാന സമ്മാനം നൽകുന്നത് ആഗോള സമാധാനത്തിനും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി നടത്തിയ ദീർഘകാല സുതാര്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്ത് ആഗോള അസ്ഥിരത വളർത്തുന്ന തീരുമാനങ്ങളെടുത്തു. ഉദാഹരണമായി പറഞ്ഞത് ഇറാൻ ആണവ കരാർ റദ്ദാക്കൽ നടപടിയാണ്. മറ്റൊന്ന് തൻ്റെ നിയന്ത്രണമില്ലാത്ത തുറന്ന പ്രസംഗങ്ങൾ വഴി സമൂഹത്തിനും സമുദായങ്ങൾക്കും രാജ്യങ്ങൾക്കും മേൽ ആക്രമണാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിൻ്റെ നടപടിയാണ്. അമേരിക്കൻ കോൺഗ്രസിൽ പോലും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വിമർശിക്കപ്പെട്ടിരുന്നു എന്നതാണ്. ട്രംപ് താൻ നോബലിന് അർഹനാണെന്ന് തുറന്നറിയിപ്പുകളും നടത്തിയിരുന്നു. ഇതും ഈ നൊബേൽ സമ്മാനത്തിന് അർഹമാക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങളിൽ ചിലതായി വിലയിരുത്തപ്പെടുകയാണ്. ഈ സമീപനം നൊബേൽ സമ്മാനത്തിൻ്റെ ആത്മാവിനും സൽപ്പേരിനും വിരുദ്ധമാണ്. ട്രംപ് ഏതെങ്കിലും സമാധാന നീക്കങ്ങൾ നടത്തുന്നതായി നൊബേൽ സമിതി വിലയിരുത്തിയിട്ടില്ല. അദ്ദേഹം നടത്തുന്നത് പ്രത്യേക താല്പര്യങ്ങൾ ഒളിഞ്ഞു നിൽക്കുന്ന ചില നീക്കങ്ങൾ മാത്രമാണ്. അതിനെ സമാധാനത്തിൻ്റെ തലത്തിൽ നോക്കിക്കാണാൻ കഴിയില്ല. സ്വകാര്യ നേട്ടത്തിനും രാഷ്ട്രീയ പ്രചാരണത്തിനുമായി സമാധാന ചർച്ചകൾ ഉപയോഗിക്കുകയാണ് ട്രംപ്. ഉത്തര കൊറിയയുമായി നടത്തിയ സംഭാഷണം പോലും ആഗോള സുരക്ഷാ വിദഗ്ധർക്ക് വിരോധാഭാസമായിട്ടാണ് തോന്നിയിരുന്നത്. ഇസ്രയേൽ അറബ് ഉടമ്പടികൾ അദ്ദേഹത്തിന് ഗുണമായെങ്കിലും അതിൻ്റെ ആഗോള ഫലങ്ങൾ ഏകപക്ഷീയമായിരുന്നു എന്ന വിമർശനങ്ങളുമുണ്ട്. ആഗോള കുടിയേറ്റ പോളിസികളും കുടിയേറ്റക്കാരെ തടയൽ, കുട്ടികളെ വേർതിരിച്ച നയങ്ങൾ തുടങ്ങിയവ മനുഷ്യാവകാശ സംഘടനകളുടെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നതുമാണ്. എന്നൊക്കെയാണെങ്കിലും പാകിസ്ഥാനെ കൂടെ കൂട്ടി സമാധാനത്തിനുള്ള സമ്മാനം ഒപ്പിക്കാൻ പോകുന്ന ട്രംപ് ആ മഹത്തായ ലോകോത്തര സമ്മാനത്തെ ഇകഴ്ത്തുകയാണ് ചെയ്യുന്നത്. നൊബേൽ സമാധാന സമിതി നട്ടെല്ലോടെ നിലകൊണ്ടാൽ F-35 വിമാനം താഴെ വീണ് പൊടിഞ്ഞ പോലെ ട്രംപിലെ സമാധാനവാദിയുടെ റോളും തകർന്നു വീഴും. ഏതായാലും കണ്ടറിയാം.